സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കുവാനുമായി പൗലോസ് അപ്പോസ്തലന് ദൈവം കൃപ നൽകിയിരിക്കുന്നു എന്ന് എഫേസ്യ ലേഖനം 3:9 തിരുവചനം വെളിപ്പെടുത്തുന്നു. 1. പഴയ നിയമത്തിൽ മറഞ്ഞുകിടന്ന എന്നാൽ യോനയുടെ നിനവേ പ്രസംഗത്തിലൂടെ ദൈവം ജനത്തിന് കാണിച്ചു കൊടുത്ത യഹൂദനെയും ജാതികളെയും ക്രിസ്തുവിൽ ഒന്നായി ചേർത്ത് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനം അനുഭവിക്കുവാൻ ഒരു സഭയായി തീർക്കുക എന്നതാണിതിൽ ഒന്നാമത്തേത്. ഈ അപ്രമേയ ധനം എന്തെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടുവല്ലോ. എല്ലാ മനുഷ്യർക്കും ദൈവത്തിൻ്റെ ഈ നിർദ്ദിഷ്ട ഉദ്ദേശത്തെക്കുറിച്ചുള്ള ആന്തരിക പ്രകാശനം ഉണ്ടാക്കിക്കൊടുക്കുക എന്നതാണ് രണ്ടാമത്തെ ഉദ്ദേശമെങ്കിൽ, മനുഷ്യരുടെ ഇടയിൽ നടക്കുന്ന ഈ പ്രവൃത്തി മൂലം സഭയിൽ കൂടി സ്വർഗത്തിലെ ആത്മീയ ശക്തികൾക്ക് പോലും ദൈവിക ജ്ഞാനത്തെക്കുറിച്ചുള്ള അറിവ് ഉണ്ടാക്കിക്കൊടുക്കുക എന്നുള്ളതും ആണ്. 4. ഈ രഹസ്യങ്ങൾ ദൈവത്തിന് അനാദിയിലെ അറിവുള്ളതാണെങ്കിലും ഇത് മനുഷ്യൻ വെളിപ്പെട്ടത് ക്രിസ്തുവിൻ്റെ വരവോടുകൂടി മാത്രമാണ്. എന്നാൽ സ്വർഗത്തിലെ ആത്മീയ ശക്തികൾക്ക് പോലും ദൈവജ്ഞാനത്തെക്കുറിച്ചുള്ള അറിവ് ഉണ്ടാക്കിക്കൊടുക്കുക എന്നതും ഈ പദ്ധതിയുടെ ഭാഗമാണ്. പ്രിയമുള്ളവരെ, 9-ാം വാക്യത്തിൽ പറയുന്ന ദൈവത്തിൻ്റെ വിജ്ഞാനമെന്ന് പറയുന്നത് പല തലങ്ങളും പല വശങ്ങളും ഉള്ളതാണ്. സകലത്തെയും ക്രിസ്തുവേശുവിൽ ഒന്നായി ചേർത്ത് രമ്യതയിൽ സംഘടിപ്പിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ദൈവോദ്ദേശമെന്ന് വേദഭാഗം നമുക്കും വെളിപ്പെടുത്തി തരുന്നു. ഈ രഹസ്യങ്ങൾ ഗ്രഹിക്കുവാൻ ഉള്ള ജ്ഞാനം ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.